സിനിമ എന്ന ഉറച്ച പാതയിലൂടെ തന്നെയാണ് വിജയും ഉദയനിധി സ്റ്റാലിനും തമിഴക രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. MGRനെയും ജയലളിതയെയും കരുണാനിധിയെയും വിജയകാന്തിനെയും പോലെ എന്ന് പറയാമെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 2 വർഷം കൊണ്ടുള്ള കൂറ്റൻ വിജയം വിജയെ വേറിട്ടതാക്കുന്നു. 2007 മുതൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്ന ഇമേജ് വിജയ്ക്ക് സിനിമകളിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. 2G സ്പെക്ട്രം അഴിമതിയും GST വിഷയവും എല്ലാം വിജയ് സിനിമകളിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. സിനിമയിലൂടെയാണ് തുടക്കമെങ്കിലും സ്റ്റാലിൻ്റെ തണലിലാണ് ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിലെത്തുന്നത്. എങ്കിലും ഉദയനിധിയുടെ ഓരോ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയ അടിത്തറ ബോധ്യപ്പെടുത്തുന്നതാണ്. സവർണാധിപത്യത്തിനും ഹിന്ദുത്വയ്ക്കുമെതിരെ സധൈര്യം നിലപാടെടുത്തതിൻ്റെ പേരിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയായ പേരാണ് ഉദയനിധിയുടേത്. കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട DMKയുടെ താക്കോൽ ഉദയനിധിയിലേക്ക് എത്തുന്നതോടെ DMKയുടെ മേൽ എക്കാലത്തും ആരോപിക്കപ്പെടുന്ന കുടുംബവാഴ്ച വീണ്ടും ചർച്ചയാകും. തൻ്റെ ആദ്യ സിനിമയിലെ നായകൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന പ്രതിപക്ഷ നേതാവിന് എത്രത്തോളം പെർഫോം ചെയ്യാനാകുമെന്ന് കാത്തിരുന്നു കാണാം. ദ്രാവിഡ മണ്ണിലെ തലമുറ മാറ്റം എത്രത്തോളം ഗുണകരമാകുമെന്ന് വരും നാളിൽ നമുക്ക് കണ്ടറിയാം.